പൊതുസമൂഹത്തിന് അറിയുന്ന കാര്യവും പൊതുരംഗത്ത് നിൽക്കുന്ന നമുക്കറിയുന്ന കാര്യമുണ്ട്. അങ്ങേക്കും എനിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിലെ സാധാരണ ആളുകൾക്ക് അറിയുന്നതിനേക്കാൾ കുറെ കൂടി കാര്യങ്ങൾ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അറിയെങ്കിൽ ഇത് ഒരൊറ്റ കേസല്ലെന്നും ഇതിലൊരു വിക്ടിം അല്ലെന്നും നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം ഞാനും ഒരേ റൂട്ടാ. അങ്ങളുടെ വിഷയങ്ങളിൽ എനിക്കും ലേശം ടേസ്റ്റ് ഉണ്ട്. ഏത് വിഷയം? ഒന്നും അറിയാൻ പാടാത്ത പോലെ. നോക്കൂ, ആദ്യഘട്ടത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ ഡിഫൻസ് എന്തായിരുന്നു? എനിക്കെതിരെ കേവലമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഇല്ല, ഒരു പരാതി ഇല്ല എന്നുള്ളതായിരുന്നു. ഇതുവരെ പോലീസ് കേസ് പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. സമാധാനമായല്ല. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. കോളടിച്ചില്ലേ? സന്തോഷമായല്ലോ. അടുത്ത ഘട്ടത്തിൽ ഒരു പരാതിക്കാരി വരികയാണ്. ആ പരാതിക്കാരിയുടെ ശബ്ദം പുറത്തു വരികയാണ്. ആ ശബ്ദത്തെ നിഷേധിക്കാൻ അദ്ദേഹം ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഇത് എന്റെ ശബ്ദമല്ല എന്നൊരു മാധ്യമത്തിന് മുന്നിൽ അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. ഇതല്ലാതെ എന്തുണ്ട് മറ്റു തെളിവുകൾ എന്ന് ചോദിക്കുന്നു സാർ. ഞാൻ ഉത്തരിക്കാൻ തയ്യാറാണ്. അവിടെ അദ്ദേഹം പറയുന്നത് നിയമപ്രകാരം, ഇന്ത്യയിലെ നിയമപ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന വാദം പറയുന്നു. ആ ഘട്ടത്തിലും ചില ആളുകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. ആണുങ്ങളാവുമ്പോ കല്യാണത്തിന് മുൻപും പിൻപും പല സ്ത്രീകളുമായിട്ടൊക്കെ കൊണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഓഹോ. അതിനുശേഷം ഇതാ ഇപ്പൊ പരാതിക്കാരി മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പൊ പരാതിക്കാരിയുടെ ക്രെഡിബിലിറ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാദങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് ഈ പരാതിക്കാരിനെ നെഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവുന്നുണ്ടോ? ഇദ്ദേഹത്തിനെതിരെ ആദ്യത്തെ ആരോപണം ഉന്നയിച്ചത് ഈ പരാതിക്കാരിയല്ല, റിനി ആൻ ജോർജ് എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു സിനിമാ താരവും മാധ്യമ പ്രവർത്തകയാണ്. സാറേ, അങ്ങാട് കളിക്കല്ലേ, അതൊരു പെശക് സാധനം ഉണ്ടാ. അവർ പറഞ്ഞത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുമായിട്ടുള്ള വന്നതും ഈ പറയുന്ന പെൺകുട്ടിയല്ല, അത് ഹണി ഭാസ്കർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു ഇടതുപക്ഷ പക്ഷത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരു പെൺകുട്ടി തനിക്ക് ഇൻബോക്സിൽ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഇന്ന് വരാം തല്ലുകൊള്ളും. പിന്നീട് അങ്ങോട്ട് ഈ ദിവസം വരെ എൻ്റെ അറിവിൽ 6 or 7 ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ 8 പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 4 വിജയിച്ചിട്ടുണ്ട്. 2 ഇപ്പൊ ഗർഭിണികളാണ്. അതിൽ ശ്രീ ജെയ്സി തോമസ് കഴിഞ്ഞ തവണ ഉന്നയിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ MP മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതിയുണ്ട്. അതിൽ ആ കോൺഗ്രസിന്റെ MP തന്നെ AICCക്ക് കൊടുത്തിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന 2-3 നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. ഈ പെൺകുട്ടിക്ക് പുറമെ തന്നെ മറ്റ് 2 മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റ് 2 പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. അതായത് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ഇദ്ദേഹം ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്നുള്ളതാണ്. അതല്ലാതെ ഒരു തെറ്റായി പോയിട്ടുള്ള ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ പിന്നീട് തമ്മിൽ പിരിഞ്ഞതിന് ശേഷം കലഹത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമോ ഒന്നുമല്ല ഇത്. എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഒന്ന് പറഞ്ഞോട്ടെ. ഇദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രിഡേറ്ററി നേച്ചറുള്ള ഒരു പ്രത്യേക വൾണറബിലിറ്റി കൈൻഡിൽ വരുന്ന പെൺകുട്ടികളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള മൊഡസ് ഓപ്പറാൻഡിയോട് കൂടിയിട്ട് അവരെ അപ്രോച്ച് ചെയ്ത് എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാം. ലവ് തെറാപ്പി, ലവിന്റെ തെറാപ്പി. അവർക്ക് വിവാഹ വാഗ്ദാനം കൊടുത്ത് അവരെ ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിന് ഉപയോഗിച്ചതിന് ശേഷം അവരെ നിഷ്കരണം തള്ളിക്കളയുന്ന, അവരെ ഗർഭിണിയാക്കുക, ബോധപൂർവം ഗർഭിണിയാക്കുകയും പിന്നീട് അതിനുശേഷം അത് ഗർഭഛിദ്രം നടത്തിക്കുകയും ചെയ്യുന്ന ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്നുള്ളതാണ്. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ഈ രീതിയിലുള്ള പരാതികളുണ്ട്. ഇത് ആദ്യത്തെ പരാതിയോ അവസാനത്തെ പരാതിയോ അല്ല. ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാര് പരാതി പറഞ്ഞിട്ടുണ്ട്, ചിലരുടെ പെൺമക്കൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവരൊക്കെ പരാതികൾ KPCCയിൽ ഇരിപ്പുണ്ട്, AICCയിൽ ഇരിപ്പുണ്ട്, മറ്റു പല സ്ഥലത്തും ഇരിപ്പുണ്ട്. ഇവരാരെങ്കിലും പോലീസിൽ ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ പണ്ടേ ജയിലിൽ പോയത്. അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസ് പാർട്ടിയുടെ നിർഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ UDFന്റെ നിർഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളുടെ നിർഭാഗ്യം കൊണ്ട്. നമ്മുടെ നിർഭാഗ്യം എന്താണെന്ന് ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇയാൾ പാലക്കാട് നിന്ന് ജയിച്ച MLA എന്നാലെങ്കിലും ഒരു മിതത്വം പാലിക്കട്ടെ. പഴയ പോലെ അല്ലല്ലോ, ഒരു ജനപ്രതിനിധി അല്ലേ. ഒറ്റടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. എന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഇയാളുടെ പതനം കാത്ത് CPM-കാർ ഒരു ഭാഗത്ത് BJP-കാർ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്ന ഓർമ്മയെങ്കിലും വേണ്ടേ?
അതുപോലും ഇല്ലാതെ പുള്ളി പഴയ പ്രവൃത്തി പഴയ പോലെ തന്നെ തുടരും. പക്ഷെ എന്ത് ചെയ്യാൻ സെറീന, സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്നത്തെ നിലയ്ക്ക് എടുക്കാവുന്നതിൽ ഏറ്റവും ധീരമായ തീരുമാനമാണ് സതീശൻ എടുത്തത്. ഇനിയേ ഒരു തീരുമാനം എടുക്കാതെ നടക്കുകയല്ല. തുടക്കത്തിലെ കല്ല് കടിച്ചാ പിന്നെ അത് ശരിയാവൂല. KPCCയെ കൊണ്ട് അംഗീകരിപ്പിച്ചു. സതീശൻ്റെ മാത്രം തീരുമാനമല്ല. ഇയാളെ ഇനി ഒരു മിനിറ്റ് പോലും വച്ചുകൊണ്ടിരിക്കരുത് എന്നാവശ്യപ്പെട്ട ആദ്യത്തെ ആൾ രമേശ് ചെന്നിത്തലയാണ്. ഇനി ഒരു നിമിഷം ഇതിനെ സഹിക്കാൻ പറ്റിയല്ല. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. രണ്ടാമത്തെ ആൾ ജോസഫ് വാഴക്കനാണ്. ഈവൻ KC വേണുഗോപാലിൻ്റെ ഭാര്യ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നമ്മൾ ഓർക്കുന്നില്ലേ? അത്രയും ആഭാസനാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ്. എന്ന് പരക്കെ ബോധ്യമുള്ള കാര്യമാണ്. അല്ലാതെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആരോപണമല്ലല്ലോ. അതിലത്തെ ഒരു പരാതിക്കാരി അവസാനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്രയും കാലത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാഴ്ത്തുപാട്ടുകളും അദ്ദേഹത്തെ വിശുദ്ധനാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ കൊണ്ട് താൻ വല്ലാതെ ആക്രമിക്കപ്പെടുകയാണെന്ന് തോന്നിയപ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു പെൺകുട്ടി പുറത്തു വന്നിരിക്കുന്നു. ഒരു പാഠം പഠിപ്പിക്കണം. ഈ പെൺകുട്ടിയെ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ പെൺകുട്ടി ആരുടെ ഏജന്റ് ആണെന്ന് പറഞ്ഞ് ഇവരുടെ വിശ്വാസ്യത തകർക്കുന്നത് കൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. സ്റ്റാനിസ്ലാവ്സ്കി, ഇത് വെറും തുടക്കമാണ്. ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. പിന്നീട് രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഞാൻ വായിച്ചിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ല, നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല, വാസ്തവവിരുദ്ധം പോലുമാണ്. അദ്ദേഹം പറയുന്നത് എന്താ, ജനം TVയിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്. ജനം TVയുടെ നിർബന്ധപ്രകാരമാണ് ഈ മാധ്യമപ്രവർത്തക ഈ പരാതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. അത് വസ്തുതാവിരുദ്ധമാണെന്നുള്ളത് അങ്ങേക്കും എനിക്കും അറിയാമല്ലോ. കാരണം ഈ പറയുന്ന സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഈ മാധ്യമപ്രവർത്തകർ ജനം TVയിലല്ല ജോലി ചെയ്തിരുന്നത്. അവർ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലാണ്. ആ സ്ഥാപനത്തിന്റെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല. ആളുകൾ 2 സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാരാണെന്ന് വെച്ച് കണ്ടുപിടിക്കാതിരിക്കട്ടെ എന്ന് കരുതി ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങേക്കും അറിയാലോ, ഈ സംഭവം നടക്കുന്ന സമയത്ത് അവർ ജോലി ചെയ്തിരുന്നത് ജനം ചാനലിലല്ല, ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം, മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലാണ്. രണ്ടാമത്തെ കാര്യം, ഇത് CPM-ഉം BJP-യും കൂടിയിട്ട് ബോധപൂർവ്വം കൊണ്ടുവന്നിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുമ്പോൾ, ആദ്യത്തെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള റിനി എന്ന് പറയുന്ന പെൺകുട്ടി കോൺഗ്രസിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ലേ. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? ഒരു VD സതീശൻ തന്റെ പിതൃതുല്യനാണെന്ന് പറഞ്ഞിട്ടുള്ള ആളല്ലേ, അദ്ദേഹത്തിന്റെ ഫാമിലി ഫ്രണ്ട് അല്ലേ. അപ്പോൾ കോൺഗ്രസിന്റെ പക്ഷത്ത് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള KSU നേതാക്കന്മാരെല്ലാവരും BJP-യുടെ ഏജന്റുകളാണോ? അത് നിരക്കേടില്ല. കട്ടോനെ കിട്ടിയില്ലേ കിട്ടിയോനെ പിടിക്കാം. രാഹുൽ മാങ്കൂട്ടം സമാനമായിട്ടുള്ള എത്രയോ സംഭവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുള്ള നേതാക്കന്മാർ, ഇയാളെ പോലെയുള്ള ആളുകളെ ഭയന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ള പെൺകുട്ടിയുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഇവരെല്ലാവരും എന്താണ് BJP-യുടെയും CPM-ന്റെയും ഏജന്റുമാരാണോ? സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിയാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പറയുന്ന ഏറ്റവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഡിഫൻസ് എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി വിവാഹിതയാണെന്നും വിവാഹിതയായതിനു ശേഷം കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലാണ് ഞങ്ങൾ ഏർപ്പെട്ടതെന്നും അതുകൊണ്ട് ഗർഭം തന്റേതല്ല ഭർത്താവിൻ്റെതാണ് എന്നുള്ളതാണ്. അതെവിടുത്തെ ന്യായമാ? വെറുതെ കിടന്ന് ഉരുളാദാശനെ. അദ്ദേഹത്തിന്റെ തന്നെ ജാമ്യ ഹർജിയിലെ മറ്റൊരു ഭാഗത്ത് പറയുന്ന കാര്യത്തോട് കോൺട്രഡിക്ടറിയാണ്. കാരണം അദ്ദേഹം പറയുന്നു, ഈ പെൺകുട്ടി ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു, ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു, അവരുടെ കഥകൾ തന്നോട് പറഞ്ഞതിന്റെ സിമ്പതിയിൽ നിന്നാണ് താൻ ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നത്. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. അപ്പോൾ ഈ പെൺകുട്ടി ഭർത്താവുമായിട്ട് നല്ല റിലേഷനിലല്ലെന്നും പിരിഞ്ഞു നിൽക്കുകയാണെന്നും ആ അവസരമാണ് താൻ ഉപയോഗിച്ചതെന്നും പറയുകയും, പിന്നീട് അവർ ഗർഭിണിയായപ്പോൾ ഇയാൾ വാട്സപ്പിൽ അയച്ചിട്ടുള്ള മെസ്സേജ് പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. എന്താണ് ഞങ്ങളെ കണ്ട് അല്ല നിങ്ങൾ കണ്ടല്ലേ, ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ് എന്ന് പറയുന്നത്, എന്നെ എനിക്ക് ഗർഭിണിയാക്കണം എന്ന് പറയുന്നതിന്റെയും പിന്നീട് ഗർഭിണിയായതിനു ശേഷം ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നതിന്റെ ശബ്ദ സന്ദേശം, അതിൽ അവരെ അസഭ്യം പോലും പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. പാലം കിടക്കോളം നാരായണ, പാലം കിടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ പോലെ ആയല്ലത്. അപ്പൊ ഗർഭിണിയായെന്നും ഗർഭചിത്രം നടത്തിച്ചെന്നും ഈ മരുന്ന് കൊണ്ടേ കൊടുത്ത് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരാളാണെന്നും ഇതിനുശേഷം ഈ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്താണ് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ മരുന്ന് തന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന കുറ്റത്തിൽ നിന്ന് ഇയാൾക്ക് എങ്ങനെ ഒഴിവാൻ കഴിയാ? നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. ഇനി അവർ വിവാഹിതയാണെങ്കിൽ ഇയാൾക്കെതിരെ BNS-ലെ സെക്ഷൻ 84 കൂടി നിലനിൽക്കും. വിവാഹിതയായിട്ടുള്ളൊരു സ്ത്രീയോട് വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി എൻറ്റൈസ് ചെയ്യുന്നത് BNS-ലെ സെക്ഷൻ 84 പ്രകാരം ക്രിമിനൽ കുറ്റമാണ്.
പുതിയ നിയമങ്ങളൊക്കെ അറിയാലോ അല്ലേ? ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. അവരെ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി എൻറ്റൈസ് ചെയ്യുന്നത് BNS സെക്ഷൻ 84 പ്രകാരം ക്രിമിനൽ കുറ്റമാണ്. 2 വർഷം തടവ് കിട്ടുന്ന കുറ്റമാണ്. അതെന്ത് കോപ്പറ നിയമ? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം ഇവര് വിവാഹിതയാണ് എന്നതാണെങ്കിൽ, വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ഒരു ഇല്ലിസിറ്റ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് അധാർമികമല്ലേ? ഒരു MLA സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം യോജിച്ചിട്ടുള്ള പ്രവർത്തനമാണോ അത്? പോയിന്റ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞ് ഒരു രക്ഷകനായിട്ട് അവതരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ട് അവരെ ഇങ്ങനെ ഗർഭിണിയാക്കുകയും ഗർഭഛിദ്രം ചെയ്യിക്കുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചിട്ടുള്ള പെരുമാറ്റമാണ്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? അപ്പൊ BNS സെക്ഷൻ 89 നിർബന്ധിത ഗർഭഛിദ്രം എന്ന് പറയുന്ന വകുപ്പ് അദ്ദേഹത്തിന് അതിൽ നിലനിൽക്കും. സെക്ഷൻ 84 കൂടി അധികമായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും.